ഈ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 130 കോടിയോളം രൂപ നിക്ഷേപം മേടിച്ചിട്ടാണല്ലോ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നിരവധിയായിട്ടുള്ള ആളുകൾ പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്, പാർട്ടി നേതാക്കൾ, പോഷക സംഘടനയിൽപ്പെട്ടവരൊക്കെയാണോ? അല്ലാത്തവരുണ്ട്. വലിയ ദുരിതത്തിലാണ് അവരുള്ളത്. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ ഈ പണം തിരിച്ചു കൊടുക്കുക? ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഗവൺമെന്റ് 10 കോടി രൂപ അനുവദിച്ചില്ലേ. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതൊരു നല്ല അംഗീകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനെ റിവൈവ് ചെയ്ത് അതിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് റിവൈവ് ചെയ്യുന്നതിന്റെ മുറയ്ക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു സ്ഥാപനം നടത്തി ഇത് വിഷമസന്ധിയിലേക്ക് പെട്ടതാണത്. അതുകൊണ്ട് ആ സ്ഥാപനം വഴി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി എല്ലാ ഡെപ്പോസിറ്റുകാർക്കും അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ ഭാഗമാണ് ഇതിന്റെ പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ അനുവദിക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഇത് തട്ടിപ്പ് നടത്തി പോയതല്ല, ഒരു ബിസിനസ് നടത്തി പൊളിഞ്ഞുപോയി. അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ 100% നിറവേറ്റി പോകത്തക്ക നിലയിലുള്ള ശ്രമമാണ് ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമല്ലേ സഖാവേ ഇത്? പ്രത്യേകിച്ച് ഇത്രയും കോടികൾ രൂപയൊക്കെ നിക്ഷേപം മേടിക്കാൻ നിയമം അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കള്ളപ്പണം വരെ നിക്ഷേപിച്ചു എന്നാണ് ഈ അടുത്തൊരു വെളിപ്പെടുത്തലുണ്ടായത് ബ്രഹ്മഗിരിയിൽ. അത് വെളിപ്പെടുത്തലല്ലേ, ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ്. വസ്തുതയായിട്ട് ബന്ധമില്ലല്ലോ. വസ്തുതയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുത്ത് പോകുമല്ലോ. ഇപ്പൊ കൃത്യമായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്.